ഇന്ത്യ ആൻഡ് ദ കണ്ടംപററി വേൾഡ് 1 എന്ന് പറയുന്ന പുസ്തകത്തിൽ നമ്മൾ സോഷ്യലിസം ആൻഡ് റഷ്യൻ റവല്യൂഷൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഈ ഒരു സെഷനിൽ നോക്കുന്നത്. ഇവിടെ നമ്മൾ എങ്ങനെയാണ് സോഷ്യലിസം വളർന്നതെന്നും അത് ഈ ഒരു റഷ്യയിൽ എങ്ങനെയാണ് ഇമ്പാക്ട് ചെയ്തതെന്ന് നമ്മൾ നോക്കി. ഇനി ഒന്നാം ലോക മഹായുദ്ധവും റഷ്യയുടെ ഒരു ചരിത്രമാണ് നമ്മൾ നോക്കുന്നത്. 1914 ഒന്നാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. യൂറോപ്പിലെ രണ്ട് വിഭാഗങ്ങളായിട്ട് തിരിഞ്ഞിട്ട് ജർമ്മനി, ഓസ്ട്രിയ, തുർക്കി എന്ന് പറയുന്ന സെൻട്രൽ പവേഴ്സും ഫ്രാൻസ്, ബ്രിട്ടൻ, റഷ്യ തുടങ്ങുന്ന അലൈഡ് പവേഴ്സും കൂടെ ചേർന്നിട്ട് അവിടെ യുദ്ധം ചെയ്യുകയാണ്. ഇറ്റലിയും റൊമാനിയയും പിന്നീട് അലൈഡ് പവേഴ്സിന്റെ ഭാഗമായിട്ട് മാറുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പരിസ്ഥിതിയാണ് നമുക്ക് ഒന്നാം ലോക മഹായുദ്ധത്തിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. സാർ ചക്രവർത്തി ആയിരുന്ന നിക്കോളസ് രണ്ടാമൻ ഈ റഷ്യയുടെ വലിയൊരു പിന്തുണ ഈ അലൈഡ് പവേഴ്സിന് പ്രഖ്യാപിച്ചുകൊണ്ട് കാര്യമായിട്ട് യുദ്ധത്തിന് വേണ്ടിയിട്ട് സൈനികരെ അയക്കുന്നുണ്ട്. ഇനി ഇതിന് മറ്റു പശ്ചാത്തലം കൂടിയുണ്ട്. ഈ ഒന്നാം ലോക മഹായുദ്ധത്തിന് കാരണമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ കണ്ടീഷൻ എന്ന് പറയുന്നത് ബാൽക്കൻ റീജിയന് വേണ്ടിയിട്ടുള്ള ചില കിടമത്സരങ്ങളാണ്. പ്രധാനമായിട്ട് ജർമ്മൻ എംപയറും അതുപോലെ തന്നെ റഷ്യൻ എംപയറിന്റെ ഇടയിലുള്ള ഒരു ബാൽക്കൻ പ്രദേശമുണ്ട്. ഈ ബാൽക്കൻ പ്രദേശത്തിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു യുദ്ധങ്ങൾ ഇങ്ങനെ തുറന്നുകൊണ്ട് പോയി അതിൻ്റെ ഒരു കൺക്ലൂഷനാണ് ഈ ഒരു യുദ്ധത്തിലേക്ക് കലാശിക്കുകയൊക്കെ ചെയ്യുന്നതൊക്കെ. സോ ഇവിടെ സാർ ചക്രവർത്തിക്ക് വലിയൊരു പിന്തുണ അവിടെ സാധാരണ ജനങ്ങൾക്കിടയിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവർ ജർമ്മൻകാരെ വലിയൊരു ശത്രുക്കളായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ വാർ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരുന്ന സമയത്ത് സാർ ചക്രവർത്തി കൂടുതൽ അഹങ്കാരിയായിട്ട് മാറി. അദ്ദേഹം തൻ്റെ പാർലമെന്റ്, ഡ്യൂമ എന്ന് പറയുന്ന പാർലമെന്റിനോട് ഒരു കാര്യവും അന്വേഷിക്കാതെ അദ്ദേഹം സ്വതന്ത്രമായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്തു. ഇവിടെ മേജർ പാർട്ടീസിന്റെ ഒരു പിന്തുണ അദ്ദേഹത്തിന് നഷ്ടപ്പെടുകയും അദ്ദേഹത്തിന്റെ സപ്പോർട്ട് വളരെയധികം പോപ്പുലറായിട്ടും അതുപോലെ തന്നെ പാർലമെന്റിലുള്ള സപ്പോർട്ട് കുറയുകയും ചെയ്തു. ഇവിടെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഒരു ആന്റി ജർമ്മൻ സെന്റിമെന്റ്സ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇവര് സെന്റ് പീറ്റേഴ്സ്ബർഗ് എന്ന് പറയുന്ന ആ ഒരു പേര് അത് ജർമ്മൻ ഒറിജിനാണ്. അതിനെ മാറ്റിയിട്ട് പെട്രോഗാഡ് എന്ന് പറയുന്ന പേരിലേക്ക് കുറച്ചും കൂടെ റഷ്യൻ ആയിട്ടുള്ള രീതിയിൽ അതിനെ മാറ്റുന്നു. അതുകൂടാതെ സറീന, അതായത് നമ്മുടെ എംപ്രസ് ആയിരുന്ന അലക്സാണ്ട്ര ഒരു ജർമ്മൻ ഒറിജിനായിട്ടുള്ള വംശജയാണ്, ജർമ്മൻ രാജവംശത്തിൽപ്പെട്ട വ്യക്തിയാണ്. അതുകൊണ്ട് സറീനയ്ക്കെതിരായിട്ട് ഒരു ജനവികാരം ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇതൊന്നും കൂടാതെ റാസ്പുട്ടിൻ എന്ന് പറയുന്ന ഒരു വളരെ ഇൻഫേമസ് ആയിട്ടുള്ള ഒരു മങ്കുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു റോയൽ ഫാമിലിയുമായിട്ടുള്ള അടുപ്പവും ഈ ഭരണത്തിലെ ഇടപെടലുകളും ഒക്കെ വലിയ രീതിയിൽ ഒരു അൺപോപ്പുലർ ആയിട്ടുള്ള ഒരു കാര്യം കൂടിയായിരുന്നു. ഇനി നമ്മളിവിടെ നോക്കുമ്പോൾ വാർ സിറ്റുവേഷൻ കുറച്ചും കൂടെ ഈ സാർ ചക്രവർത്തിയുടെ ജനപ്രീതി ഇടിച്ചു എന്ന് കാണാൻ വേണ്ടി സാധിക്കും. കാരണം റഷ്യൻ എംപയറിലെ റഷ്യൻ സൈന്യത്തെ സംബന്ധിച്ച് കുറച്ചും കൂടെ സൂയിസൈഡലായിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആയിരുന്നു ഈ ജർമ്മനിയുമായിട്ടുള്ള യുദ്ധം. ഫസ്റ്റ് വേൾഡ് വാറിൽ വെസ്റ്റേൺ ഫ്രണ്ട് എന്ന് പറയുന്നത് ഈ ഈസ്റ്റേൺ ഫ്രാൻസ് പ്രദേശത്തും അതുപോലെ തന്നെ ബ്രിട്ടന്റെ പ്രദേശത്തും ഒക്കെ ആയിട്ട് അവർ ട്രെഞ്ചുകൾ കുഴിച്ചിട്ടാണ് അവർ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നത്. അതേസമയത്ത് ഈസ്റ്റേൺ പ്രദേശത്ത് റഷ്യയുടെ ഭാഗത്ത് ഈ അലൈഡ് പവേഴ്സ് ആയിട്ടുള്ളവർ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു യുദ്ധമാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഇവിടെ കാഷ്വാലിറ്റീസ് വളരെ കൂടുതലാണ്. ഇത്തരത്തിലുള്ള പരാജയങ്ങൾ വലിയ ഷോക്കിംഗ് ആയിട്ടും ഒരു ഡിമോറലൈസിങ് ആയിട്ടും മാറുകയാണ് ചെയ്യുന്നത്. നമ്മൾ നോക്കുമ്പോൾ 1914 1916 ഇടയിൽ വലിയ രീതിയിലുള്ള കാഷ്വാലിറ്റീസ് ഉണ്ടായി. ഏതാണ്ട് 1917 കൂടിയാണ്ട് 70 ലക്ഷം ജനങ്ങൾ കാഷ്വാലിറ്റീസിൽ അവർ മരിച്ചു വീഴുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇനി ഇതൊന്നും കൂടാതെ റഷ്യൻ ആർമി പോകുന്ന പ്രദേശങ്ങളെല്ലാം, ഇവർ പിടിച്ചെടുക്കുന്ന പ്രദേശങ്ങൾ അല്ലെങ്കിൽ പോകുന്ന പ്രദേശങ്ങളെല്ലാം അവർ അഗ്നിക്കിരയാക്കി അവിടെയുള്ള കെട്ടിടങ്ങളെല്ലാം തകർത്തിട്ടാണ് പോകുന്നത്. കാരണം ശത്രു സൈന്യം വന്ന് ഇവിടെ ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. സ്കോർച്ച്ഡ് എർത്ത് പോളിസി എന്നൊക്കെ നമ്മളിതിനെ പറയും. പക്ഷേ ഇതിനൊരു നെഗറ്റീവ് ഇമ്പാക്റ്റും ഉണ്ടായി. ഈ ഒരു ക്രോപ്സ് ഒക്കെ നശിപ്പിച്ച് ഈ കെട്ടിടങ്ങളൊക്കെ തകർത്തതുകൊണ്ട് ഏതാണ്ട് 30 ലക്ഷത്തോളം വരുന്ന സാധാരണ റഷ്യക്കാർ അവർ റെഫ്യൂജീസ് ആയിട്ട് മാറി എന്നുള്ളതാണ് അതിനകത്ത് മറ്റൊരു കാര്യം. ഇങ്ങനെ സാധാരണ ജനങ്ങളുടെ ഒരു വികാരം ഈ റഷ്യൻ ചക്രവർത്തിക്കെതിരായിട്ട് മാറുന്നുണ്ട്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ പറയുന്ന ഒരു സോൾജേഴ്സ് ഒരു വാറ് കാര്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി അവരും ആഗ്രഹിക്കുന്നില്ല. കാരണം ഇത്രയുള്ള ഒരു ഡിസ്ട്രസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് അവരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇൻഡസ്ട്രീസിനെ എങ്ങനെയാണ് വാർ സ്വാധീനിച്ചത്? ഈ ഇൻഡസ്ട്രീസിനെ സീവറായിട്ട് സ്വാധീനിച്ചു. അതിൽ ഇൻഡസ്ട്രീസ് പലതും അടച്ചുപൂട്ടേണ്ടതായിട്ട് വരുന്നു. ഇൻഡസ്ട്രിയൽ ഗുഡ്സ് പലതും വലിയ രീതിയിൽ അത് സ്ട്രഗിൾ ചെയ്തു. ഏറ്റവും പ്രധാനമായിട്ട് ബാൾട്ടിക് സീ കൺട്രോൾ ചെയ്യുന്നത് ജർമ്മൻകാരാണ്. അവിടുന്ന് റോ മെറ്റീരിയലും മറ്റു ഗുഡ്സും ഒക്കെ വരണം. അപ്പോൾ കച്ചവടം നടക്കുന്നില്ല. അങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇൻഡസ്ട്രിയൽ എക്യുപ്മെന്റ്
യൂറോപ്പിൽ ഏറ്റവും അധികം റാപ്പിഡ്ലി ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യപ്പെട്ടത് റഷ്യയിലാണ്. 1916 റെയിൽവേ ലൈൻസ് ബ്രേക്ക് ഡൗൺ ആവുന്നു. ഏബിളായിട്ടുള്ള എല്ലാ പുരുഷന്മാരെയും റിക്രൂട്ട് ചെയ്ത് ആർമിയിലേക്ക് എത്തിക്കുകയാണ്. അതേപോലെ നോക്കുമ്പോഴത്തേക്ക് ലേബർ ഷോർട്ടേജസ് ഉണ്ടാകുന്നു. ചെറിയ വർക്ക്ഷോപ്പുകളിൽ മറ്റുമായിട്ട് എസെൻഷ്യൽസ് എന്ന് പറയുന്ന സാധനം ഇല്ലാത്തത് കൊണ്ട് അത് ഷട്ട് ഡൗൺ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതേപോലെ തന്നെ വലിയ ജനങ്ങളെ, അത് വലിയ ഒരു പോപ്പുലേഷനെ ഫീഡ് ചെയ്യാനുള്ള ഗ്രെയിൻസും മറ്റു കാര്യങ്ങളൊന്നുമില്ല. കാരണം ഒരു വലിയ വിഭാഗം ഗ്രെയിൻസ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് പട്ടാളക്കാർക്ക് അവരുടെ ഫുഡിന് വേണ്ടി മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ്. വലിയ സിറ്റീസിലും മറ്റുമൊക്കെ ആയിട്ട് ബ്രെഡിനും ഫ്ലോറിനും വേണ്ടിയിട്ട് വലിയ രീതിയിൽ ഈ കടകളുടെ മുന്നിൽ ആളുകൾ തിങ്ങിക്കൂടുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അങ്ങനെ വലിയൊരു സ്കേഴ്സിറ്റി ഒക്കെ അവിടെ ഉണ്ടാകുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഫെബ്രുവരി റവല്യൂഷൻ എന്ന് പറയുന്ന ഒരു റവല്യൂഷൻ ഉണ്ടാകുന്നത്. 1917 ഫെബ്രുവരിയിൽ വർക്കേഴ്സ് ക്വാർട്ടേഴ്സിൽ ഒരു വലിയ ഫുഡ് ഷോർട്ടേജ് ഉണ്ടാവുകയും സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ആഹാരം കഴിക്കാൻ പറ്റാതെ വരികയും ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് വിന്റർ ഉണ്ടാകുന്നു. ഈ ഫെബ്രുവരി സമയമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യയിൽ അതിശൈത്യത്തിന്റെ കാലഘട്ടമാണ്. ഇവിടെ എക്സെപ്ഷൻ ആയിട്ടുള്ള ഫ്രോസ്റ്റ് ഉണ്ടാവുകയും ഹെവി സ്നോ ഉണ്ടാവുകയും ചെയ്തതോടുകൂടി അവർ ആകെപ്പാടെ കഷ്ടത്തിലാവുകയും ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഈ പാർലമെന്റേറിയൻസിനെ സംബന്ധിച്ച് ഡ്യൂമ എന്ന് പറയുന്ന ഒരു എലക്ടഡ് ഗവൺമെന്റിനെ അവർ കീപ്പ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. ഈ സാർ ചക്രവർത്തി അധികാരം കൈയാളുന്നതിനെ അവർ എതിർക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഈ പാർലമെന്റേറിയൻസിന്റെ ഒരു സാർ ചക്രവർത്തിക്കുള്ള എതിർപ്പ്, വർക്കേഴ്സ് ക്വാർട്ടേഴ്സിലെ ഈ വിന്ററിന്റെ ഒരു കാലഘട്ടത്തിലുള്ള ഫുഡ് ഷോർട്ടേജ്, ഇതൊക്കെ അധികരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഫെബ്രുവരിയിൽ സ്ത്രീകളെ ചേർന്നിട്ട് ഒരു വലിയ സ്ട്രൈക്ക് ഫാക്ടറീസിൽ നടക്കുന്നു. ഫെബ്രുവരി 22-നാണ് ഈ സ്ട്രൈക്ക് നടന്നത്. ഇതാണ് പിന്നീട് ഇന്റർനാഷണൽ വുമൻസ് ഡേ ആയിട്ട് നമ്മൾ ആഘോഷിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു സ്ട്രൈക്കും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു. ഫാക്ടറി ക്വാർട്ടേഴ്സിൽ വലിയ രീതിയിൽ സ്ട്രൈക്സും മറ്റു കാര്യങ്ങളും ഉണ്ടാകുന്നു. അവർ ഈ ഡെമോൺസ്ട്രേഷൻസ് നയിച്ചുകൊണ്ട് നെവസ്കി പ്രോസ്പെക്ട്സിലൂടെ അവർ മുന്നോട്ട് പോകുന്നു. ഇവിടെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയും ഈ ഒരു മൂവ്മെന്റ് അത് ഓർഗനൈസ് ചെയ്യുന്നില്ല, മറിച്ച് സാധാരണക്കാരായിട്ടുള്ള വർക്കേഴ്സാണ് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നത്. ഗവൺമെന്റ്സിന്റെ പ്രധാനപ്പെട്ട ക്വാർട്ടറുകളിലൊക്കെ അവർ സറൗണ്ട് ചെയ്തിട്ട് ആ പ്രദേശങ്ങളെല്ലാം അവർ കറാവ് ചെയ്യുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. ഒരു 22-ാം തീയതി തന്നെ അവരെല്ലാം തിരിച്ചുപോയി. പക്ഷേ വീണ്ടും 1-2 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും അവർ തിരിച്ചു വരുന്നു. വലിയ പ്രശ്നങ്ങൾ വീണ്ടും ഉണ്ടാകുന്നു. ആ സമയത്ത് പോലീസിനെയും പട്ടാളത്തെ ഉപയോഗിച്ചുകൊണ്ട് അടിച്ചമർത്താൻ വേണ്ടി ശ്രമിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഫെബ്രുവരി 25 കൂടി സാർ ചക്രവർത്തി അവരുടെ ഗവൺമെന്റിനെ സസ്പെൻഡ് ചെയ്യുന്ന, അതായത് ഡ്യൂമെ പാർലമെന്ററി ഫോർമേഷനെ അതിനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ ഈ പറയുന്ന സാർ ചക്രവർത്തിയുടെ കയ്യിലേക്ക് അധികാരം മുഴുവൻ വരികയാണ്. അങ്ങനെ പാർലമെന്റ് ഇല്ല. അതോടുകൂടി പൊളിറ്റീഷ്യൻസ് ഓപ്പണായിട്ട് നമ്മളുടെ സാർ ചക്രവർത്തിക്ക് എതിരായിട്ട് മാറുന്നുണ്ട്. 26-ാം തീയതി 27-ാം തീയതിയും വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ വർക്കേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് അവർ തകർത്ത് കളയുന്നു. സ്ട്രീറ്റ്സിലൂടെയൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പാർലമെന്റും കൂടെ സസ്പെൻഡ് ചെയ്തതോടുകൂടി പ്രശ്നം കുറച്ചും കൂടെ രൂക്ഷിതമായിട്ട് മാറുകയും ചെയ്യുകയാണ്. സ്ട്രീറ്റിലൂടെ വലിയ സ്ലോഗൻസ് ഉണ്ടാകുന്നു. ബെറ്റർ ഹവേഴ്സ്, അതുപോലെ തന്നെ ഡെമോക്രസി കൊണ്ടുവരണം, നല്ല വേജസ് വേണം, ബ്രെഡ് വേണം, ഇങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങളാണ് അവർ മുന്നോട്ട് പറയുന്നത്. ഇവിടെ വീണ്ടും ഈ കാവലറിയെ വിന്യസിക്കുകയും പട്ടാളത്തെ ഉപയോഗിച്ച് ഈ വിപ്ലവകാരികളെ അടിച്ചമർത്താനും വേണ്ടി ശ്രമിക്കുകയാണ്. പക്ഷേ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ടാകുന്നുണ്ട്. ഇവിടെ മറ്റ് ഈ പറയുന്ന ഓഫീസേഴ്സ് അവർ സാധാരണക്കാരായിട്ടുള്ള കുടുംബങ്ങളിൽ നിന്ന് വന്നവരാണ്, അല്ലെങ്കിൽ സോൾജേഴ്സ് എന്ന് പറയുന്നത്. അവരിലെല്ലാവരും ഈ പറയുന്ന ഡെമോൺസ്ട്രേഷനെ അടിച്ചമർത്താൻ വേണ്ടി ശ്രമിക്കുന്നവരല്ല, ഈ കഷ്ടപ്പാട് നേരിട്ട് അനുഭവിക്കുന്നവർ തന്നെയാണ്. ഈ ആർമിയുടെ ഇടയിൽ ഒരു മ്യൂട്ടിനി ഉണ്ടാവുകയും അതിൽ ഒരു ഓഫീസർ തന്നെ കൊല്ലപ്പെടുകയും ചെയ്യുന്നുണ്ട്. സ്ട്രൈക്കിംഗ് വർക്കേഴ്സിനോട് ഒപ്പം ചേർന്ന് അവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് മ്യൂട്ടിനി നടത്തിയ സോൾജേഴ്സിൽ വലിയൊരു വിഭാഗവും അവർ സ്പെൻഡ് ചെയ്തത്. അങ്ങനെ സോൾജേഴ്സിൽ വലിയൊരു വിഭാഗം അവർ ഈ റോയൽ ആർമിയിൽ നിന്ന് വിട്ടുമാറിയിട്ട് അവർ വർക്കേഴ്സിന്റെ ഈ റവല്യൂഷനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ഇവിടെ സോൾജേഴ്സും അതുപോലെ തന്നെ സ്ട്രൈക്കിംഗ് വർക്കേഴ്സും കൂടെ ചേർന്നിട്ട് റഷ്യയുടെ പല ഭാഗത്തും കൗൺസിലുകൾ രൂപീകരിക്കുകയാണ്. ഈ കൗൺസിലുകളെ സോവിയറ്റ് എന്നാണ് വിളിക്കുക. ഇവര് ഈ പല സോവിയറ്റുകൾ രൂപീകരിച്ചിട്ട് അവർ എന്ത് ചെയ്തു, ഒരു ഡ്യൂമ അവർ നേരത്തെ പാർലമെന്റ് കൂടിയിരുന്ന അതേ മന്ദിരത്തിൽ തന്നെ പെട്രോഗ്രാഡ് സോവിയറ്റ് എന്ന് പറയുന്ന രീതിയിൽ ആസ്ഥാന മന്ദിരത്ത് അവർ കൂടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട സോവിയറ്റ് ആണ് ഈ പെട്രോഗ്രാഡിലെ സോവിയറ്റ് എന്ന് പറയുന്നത്.
തൊട്ടടുത്ത ദിവസം തന്നെ ഫെബ്രുവരിയുടെ അവസാനത്തെ ദിവസം വരുമ്പോഴത്തേക്ക് ഈ സാർ ചക്രവർത്തി തൻ്റെ ഡെലഗേറ്റിനെ ഈ മിലിറ്ററി കമാൻഡേഴ്സിന്റെ അടുക്കലേക്ക് അയക്കുന്നു. ഈ പെട്രോക്കാർഡ് സോവിയറ്റ് അദ്ദേഹത്തിനോട് അബ്ഡിക്കേറ്റ് ചെയ്യാനും ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഗവൺമെന്റ് രൂപീകരിക്കാൻ വേണ്ടിയിട്ടും ആവശ്യപ്പെടുകയും ചെയ്തു. അവസാനം ഗത്യന്തരമില്ലാതെ സാർ ചക്രവർത്തി തൻ്റെ സിംഹാസനം അദ്ദേഹം ഉപേക്ഷിച്ചിട്ട് മാർച്ച് 2-ാം തീയതി അബ്ഡിക്കേഷൻ നടക്കുകയാണ്. അങ്ങനെ സോവിയറ്റ് ഡ്യൂമൻ ലീഡേഴ്സ് ചേർന്നിട്ട് ഒരു പ്രൊവിഷണൽ ഗവൺമെന്റ് ഫോം ചെയ്യുകയാണ്. ഇതിന്റെ ഒരു തലവൻ എന്ന് പറയുന്നത് അലക്സാണ്ടർ കെറൻസ്കിയാണ്. ഈ പ്രൊവിഷണൽ ഗവൺമെന്റ് ഇവര് റഷ്യയുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് ഒത്തുകൂടുകയും ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി, ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി രൂപീകരിക്കുകയും ചെയ്തു. ഈ ഭരണഘടനാ നിർമ്മാണ സമിതി എലക്ട് ചെയ്യുന്നത് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസിനാണ്. അപ്പൊ അത്രയും നാൾ പറഞ്ഞിരുന്ന ദ റൈറ്റ് ഫോർ വോട്ട് എന്ന് പറയുന്ന ഒരു ആശയം അവർക്ക് കിട്ടുകയാണ്. ഇവിടെ പെട്രോഗ്രാഡ് സോവിയറ്റ് ആണ് ഈ ഫെബ്രുവരി റവല്യൂഷന് നേതൃത്വം കൊടുത്തത്, മൊണാർക്കി അബോളിഷ് ചെയ്തത്, പിന്നീട് ഈ പറയുന്ന പ്രൊവിഷണൽ ഗവൺമെന്റ് രൂപീകരിക്കുകയൊക്കെ ചെയ്തത്. അങ്ങനെ നമ്മളുടെ ഈ പെട്രോഗ്രാഡ് അല്ലെങ്കിൽ സെന്റ് പീറ്റേഴ്സ്ബർഗ് എന്ന് നേരത്തെ അറിയപ്പെട്ടിരുന്ന അവരുടെ തലസ്ഥാന നഗരിയിൽ തന്നെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണ്. ഇവിടെ ആർമി ഒഫീഷ്യൽസ്, ലാൻഡ് ലോഡ്സ്, ഇൻഡസ്ട്രിയൽക്കാണ് പ്രൊവിഷണൽ ഗവൺമെന്റിൽ കൂടുതൽ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നത്. നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഈ ലിബറൽസും അതുപോലെ തന്നെ സോഷ്യലിസ്റ്റുകളും ഒരു എലക്റ്റഡ് ഗവൺമെന്റിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അവിടെ ആരംഭിക്കുന്നുണ്ട്. ഇവിടെ ഈ സോഷ്യലിസ്റ്റുകളുടെയും ലിബറലിസ്റ്റുകളുടെയും ഈ മൂവ്മെന്റ് മനസ്സിലാക്കിക്കൊണ്ട് പ്രൊവിഷണൽ ഗവൺമെന്റ് പബ്ലിക് മീറ്റിംഗ്സും അതുപോലെ തന്നെ ഇവിടെ ഈ ലിബറൽസും അതുപോലെ തന്നെ സോഷ്യലിസ്റ്റും കൂടെ ചേർന്നിട്ട് ഒരു എലക്റ്റഡ് ഗവൺമെന്റിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന റെസ്ട്രിക്ഷൻസും മറ്റു കാര്യങ്ങളും ഒക്കെ പൊളിറ്റിക്കൽ അസോസിയേഷനും മീറ്റിംഗ്സിനും വേണ്ടിയുള്ള റെസ്ട്രിക്ഷൻസും എല്ലാം എടുത്ത് കളയുന്നു. സോവിയറ്റുകൾ എന്ന് പറയുന്ന പല കൗൺസിലുകൾ ഇവിടെ പല സ്ഥലങ്ങളിലും രൂപീകരിക്കപ്പെടുന്നു. അവിടെ ഒരു കോമൺ എലക്ഷൻ എന്ന് പറയുന്ന ഒരു രീതിയൊന്നുമില്ല. എന്നാലും ഏപ്രിൽ 1917 കൂടി ബോൾഷെവിക് ലീഡറായിരുന്ന വ്ളാഡിമിർ ലെനിൻ റഷ്യയിലേക്ക് തിരിച്ചു വരികയാണ്. 1914 ഈ വാറിനെ, ഒന്നാം ലോക മഹായുദ്ധത്തിനെ എതിർത്തതിന്റെ ഒരു ബേസിലാണ് അദ്ദേഹത്തെ പുറത്താക്കിയത്, ഡിപ്പോർട്ട് ചെയ്തത്. അദ്ദേഹത്തിന് ഡിപ്പോർട്ട് ചെയ്യുകയല്ല, ഒളിച്ചോടേണ്ടി വരുന്നത്. അദ്ദേഹം 1917 മാർച്ചിൽ ഏപ്രില് അതിന്റെ ഒരു വിപ്ലവത്തിന് ശേഷം അദ്ദേഹം തിരിച്ചെടുത്തതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഇത് സോവിയറ്റുകൾ ഈ രാജ്യഭരണം ഏറ്റെടുക്കുന്നതിന്റെ ഏറ്റവും പറ്റിയ സമയമാണ്. സോ ഈ പറയുന്ന ലാൻഡ് എന്ന് പറയുന്നത് പെസൻസിന് കൊടുക്കണം, ബാങ്കുകൾ നാഷണലൈസ് ചെയ്യണം, ഇങ്ങനെയുള്ള സോഷ്യലിസ്റ്റ് ആശയങ്ങൾ അദ്ദേഹം പറഞ്ഞു. ഇതുകൂടാതെ സോവിയറ്റുകൾ ഭരണം ഏറ്റെടുക്കുക, ഇങ്ങനെ 3 ആശയങ്ങളെയാണ് ഏപ്രിൽ തീസിസ് എന്ന് പറയുക. ഇനി ബോൾഷെവിക് പാർട്ടി അതിന്റെ ഒരു പേര് മാറ്റി കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പുനർനാമകരണം ചെയ്തു. അപ്പോൾ ഇവിടെയും ഈ ബോൾഷെവിക്കുകളാണെങ്കിലും സോഷ്യലിസ്റ്റുകളാണെങ്കിലും ഈ ഒരു സോഷ്യലിസ്റ്റ് റവല്യൂഷനുള്ള കൃത്യമായിട്ടുള്ള ഒരു സമയമല്ല എന്ന് അവർക്ക് മനസ്സിലായി. ഒരു പ്രൊവിൻഷ്യൽ ഗവൺമെന്റ് അവിടെ ഉണ്ടായിരിക്കണം, ആ പ്രൊവിൻഷ്യൽ ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യേണ്ട ആ ഒരു സമയമാണ് എന്ന് അവർ ചിന്തിക്കുകയും ചെയ്തു. എന്തായാലും വർക്കേഴ്സിന്റെ മൂവ്മെന്റ് സ്പ്രെഡ് ആവുന്നു. ഫാക്ടറി കമ്മിറ്റീസ് രൂപപ്പെടുകയും അവർ ഇൻഡസ്ട്രിയലിസ്റ്റുകളെ ചോദ്യം ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഒരു സോഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഒരു എമർജൻസ് നമുക്ക് എല്ലായിടത്തും കാണാൻ വേണ്ടി കഴിയും. ട്രേഡ് യൂണിയൻസ് ഒരുപാട് സ്ഥാപിക്കപ്പെടുന്നു, സോൾജേഴ്സിന്റെ കമ്മിറ്റീസ് അതുപോലെ തന്നെ സ്ഥാപിക്കപ്പെടുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുകയാണ്. ഈ റഷ്യയിലെ വിവിധ സോവിയറ്റുകൾ ഇങ്ങനെ രൂപപ്പെടുന്നത് ഇതിനെയെല്ലാം കൂടെ ഒരു മദർ ബോഡിയായിട്ട് ഓൾ റഷ്യൻ കോൺഗ്രസ് ഓഫ് സോവിയറ്റ്സ് എന്ന് പറയുന്ന ഒരു ബോഡി സ്ഥാപിക്കപ്പെടുകയും ഈ 500ഓളം സോവിയറ്റ്സ് ചേർന്നിട്ട് അതിന്റെ റെപ്രസെന്റേറ്റീവ്സിനെ പെട്രോഗ്രാഡിലേക്ക് അയക്കുകയും ചെയ്യുകയാണ്. ഇവിടെ പ്രൊവിൻഷ്യൽ ഗവൺമെന്റ് തങ്ങളുടെ അധികാരം റെഡ്യൂസ്ഡ് ആകുന്നത് ബോൾഷെവിക്കുകൾ വലിയ രീതിയിൽ വളർന്നു വരുന്നതായിട്ടും കാണുന്നുണ്ട്. അങ്ങനെ ഇത്തരത്തിലുള്ള ഒരു ചെറിയ ഒരു കിടമത്സരം ഈ പ്രൊവിൻഷ്യൽ ഗവൺമെന്റിനും അതുപോലെ ബോൾഷെവിക്കുകൾക്കും ഇടയ്ക്ക് സംഭവിക്കുന്നുണ്ട്. കാരണം സോവിയറ്റുകളുടെ വളർച്ച എന്ന് പറയുന്നത് അതിഭീകരമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഈ സോവിയറ്റുകളുടെ ചില പ്രവർത്തനങ്ങളെ ഈ പ്രൊവിൻഷ്യൽ ഗവൺമെന്റ് തടയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. വർക്കേഴ്സ് ഫാക്ടറീസിനെ പിടിച്ചെടുത്തുകൊണ്ട് അത് വർക്ക് ചെയ്യുന്നതും മറ്റും അതുപോലെ തന്നെ അവർ തടയുന്നു. അതുപോലെ തന്നെ അവരുടെ ലീഡേഴ്സിനെ ഈ പറയുന്ന ഇവര് അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പോപ്പുലർ ഡെമോൺസ്ട്രേഷൻസ് അതിനെതിരായിട്ട് ബോൾഷെവിക്കുകൾ നടത്തുന്നു.
ഈ പറയുന്ന ഡെമോൺസ്ട്രേഷൻസിനെയൊക്കെ അടിച്ചമർത്തുകയാണ് പ്രൊവിൻഷ്യൽ ഗവൺമെന്റ് ചെയ്യുകയും ചെയ്യുന്നത്. അങ്ങനെ പല ബോൾഷെവിക് സോഷ്യലിസ്റ്റ് ലീഡേഴ്സിനും രാജ്യത്ത് നിന്ന് ഓടി ഒളിക്കുകയോ അല്ലെങ്കിൽ അവർ അണ്ടർഗ്രൗണ്ടിലേക്ക് ഹൈഡ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ്. എന്തായാലും സോഷ്യലിസ്റ്റുകൾ പെസൻസിന്റെ ഇടയിൽ വലിയ രീതിയിൽ പ്രവർത്തിക്കുന്നു. അവർ കൺട്രി സൈഡിൽ ദ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലാൻഡ് എന്ന് പറയുന്ന ഒരു ആശയം കാര്യമായിട്ട് അവരുടെ ആ ഒരു സോഷ്യലിസ്റ്റ് ആശയത്തിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ ലാൻഡ് കമ്മിറ്റീസ് രൂപപ്പെടുകയും അത് സോഷ്യലിസ്റ്റ് റവല്യൂഷൻ തന്നെ വലിയ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അങ്ങനെ പെസൻസ് വലിയ ഒരു മൂവ്മെന്റ് നടത്തി. ജൂലൈ സെപ്റ്റംബർ സമയത്ത് 1917 ഈ നോബിൾസ് ആയിട്ടുള്ള ആൾക്കാർ നേരത്തെ ഉണ്ടായിരുന്നവരുടെ ലാൻഡ് ഓണേഴ്സിന്റെ ഒക്കെ സ്ഥലങ്ങൾ പിടിച്ചെടുത്ത് അവരവരുടെ സ്വന്തമാക്കുകയും ഒരു സോഷ്യലിസ്റ്റ് രീതിയിൽ അവർ ഫാമിംഗ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. അങ്ങനെ കർഷകർ അവരുടേതായിട്ടുള്ള ഒരു പൊസഷൻസ് അവർ ഉണ്ടാക്കിയെടുക്കുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. ഇനി നമ്മൾ നോക്കുന്നത് ഒക്ടോബർ റവല്യൂഷനാണ്. 1917 തന്നെ വീണ്ടും ഒരു റവല്യൂഷൻ കൂടി ഉണ്ടാകുന്നുണ്ട്. ഈ പ്രൊവിൻഷ്യൽ ഗവൺമെന്റും ബോൾഷെവിക്കുകളും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് കൂടിയതോടുകൂടി അത് വലിയ ഒരു പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റിയിലേക്ക് നയിക്കപ്പെടുകയാണ്. ഈ പ്രൊവിൻഷ്യൽ ഗവൺമെന്റ് ഒരു ഡിക്റ്റേറ്റർഷിപ്പിലേക്ക് പോകുന്നുവെന്ന് വ്ളാഡിമിർ ലെനിന് ആരോപിക്കുന്നു. അങ്ങനെ ഒരു ഗവൺമെന്റിനെതിരായിട്ടുള്ള ഒരു ചിന്താഗതി ഒരു പോപ്പുലറായിട്ട് ബോൾഷെവിക്കുകൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ബോൾഷെവിക്കുകൾക്ക് ആർമിയിലും അതുപോലെ തന്നെ സോവിയറ്റുകളിലും ഫാക്ടറികളിലും ഒക്കെ അവർക്ക് വലിയ സപ്പോർട്ടുണ്ട്. 1917 ഒക്ടോബർ 16 ഈ പറയുന്ന ഒരു സോഷ്യലിസ്റ്റ് രീതിയിലുള്ള ഒരു ഭരണം കൊണ്ടുവരാൻ വേണ്ടി ബോൾഷെവിക് പാർട്ടിയോടും അതുപോലെ തന്നെ പെട്രോഗ്രാഡ് സോവിയറ്റിനോടും ഈ പറയുന്ന ലെനിൻ ആവശ്യപ്പെടുകയും അങ്ങനത്തെ ഒരു മൂവ്മെന്റ് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് അപ്പം പ്രൊവിൻഷ്യൽ ഗവൺമെന്റ് അതിന് നേതൃത്വം കൊടുത്തിരുന്ന ലിയോൺ ട്രോട്സ്കി അദ്ദേഹം ഒരു മിലിറ്ററി റവല്യൂഷണറി കമ്മിറ്റി അവിടെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അപ്പോയിന്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതായത് ഈ പറയുന്ന അതിന്റെ ഭാഗമായിട്ട് ഒരു മിലിറ്ററി റവല്യൂഷണറി കമ്മിറ്റി തന്നെ ലിയോൺ ട്രോട്സ്കി എന്ന് പറയുന്ന ഒരു സോവിയറ്റ് ലീഡറിന്റെ നേതൃത്വത്തിൽ അവിടെ രൂപീകരിക്കപ്പെടുകയും അവർ സീക്രട്ടായിട്ട് കുറച്ച് പദ്ധതികൾ പ്ലാൻ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഒക്ടോബർ 24 പ്രൈം മിനിസ്റ്റർ ആയിരുന്ന അലക്സാണ്ടർ കെരൻസ്കിക്ക് എതിരായിട്ട് വലിയൊരു റവല്യൂഷൻ സംഭവിക്കുന്നത്. അദ്ദേഹം ഈ പറയുന്ന മിലിറ്ററി റവല്യൂഷണറി കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള വലിയൊരു മ്യൂട്ടിനി അടിച്ചമർത്താൻ വേണ്ടിയിട്ട് തന്റെ ട്രൂപ്സിനെല്ലാം വിളിച്ചു വരുത്തുന്നു. ഗവൺമെന്റിനോട് കൂറുണ്ടായിരുന്ന വിഭാഗവും അതുപോലെ തന്നെ ബോൾഷെവിക്കുകളുടെ കൂറുണ്ടായിരുന്ന വിഭാഗവും എന്ന് പറയുന്നത് രണ്ട് ഗ്രൂപ്പായിട്ട് അവിടെ മാറുകയാണ്. ബോൾഷെവിക്കുകളുടെ ന്യൂസ് പേപ്പറുകൾ അദ്ദേഹം പിടിച്ചെടുക്കുകയും ബിൽഡിങ്ങുകൾ പിടിച്ചെടുക്കുകയൊക്കെ ചെയ്യുന്നു. ഈ പ്രോ ഗവൺമെന്റ് ആയിട്ടുള്ള ആൾക്കാര് ഈ പറയുന്ന ടെലിഗ്രാഫ് ഓഫീസ്, ടെലിഫോൺ ഓഫീസുകൾ, അതുപോലെ തന്നെ വിൻഡർ പാലസുകൾ തുടങ്ങുന്നവ കൈയടക്കുകയും അതിനെ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതേ സമയത്ത് ബോൾഷെവിക്കുകളുടെ മിലിറ്ററി റവല്യൂഷണറി കമ്മിറ്റി ഈ ഗവൺമെന്റ് ഓഫീസുകളും മറ്റും നോക്കിക്കൊണ്ട് അവരെ അറ്റാക്ക് ചെയ്യുകയും ഈ മിനിസ്റ്റേഴ്സിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഷിപ്പ് ഓറോറ എന്ന് പറയുന്ന ഒരു ഷിപ്പ് അവർക്കുണ്ടായിരുന്നു. ഒരു വിൻഡർ പാലസ് അവർ ആ ഷിപ്പ് ഉപയോഗിച്ച് തകർത്ത് കളയുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. സോ വിവിധ മിലിറ്ററി പോയിന്റ്സിലേക്ക് നെവ എന്ന് പറയുന്ന സ്ഥലത്തേക്കും ഒക്കെ അവർ വെസൽസ് ഓടിച്ചുകൊണ്ട് അവിടെയെല്ലാം അവർ മിലിറ്ററി പോയിന്റ്സ് കീഴടക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ ഏതാണ്ട് നൈറ്റ് ഫോളോട് കൂടി ഈ ഒക്ടോബർ 24 കൂടി ഈ കമ്മിറ്റീസിന്റെ കൺട്രോളിലേക്ക് സിറ്റി മുഴുവൻ വരികയും മിനിസ്റ്റേഴ്സ് പൂർണ്ണമായിട്ട് സറണ്ടർ ചെയ്യുകയും ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇവിടെ ഓൾ റഷ്യൻ കോൺഗ്രസ് സോവിയറ്റ് അവിടെ കൂടുകയും പെട്രോഗ്രാഡിൽ കൂടുകയും ബോൾഷെവിക്കുകളുടെ ആ ഒരു ആക്ഷനെ അവർ അനുകൂലിച്ചുകൊണ്ട് അവരതിനെ സമ്മതിക്കുകയും റഷ്യ സാവധാനം ഒരു സോഷ്യലിസ്റ്റ് കൺട്രി ആയിട്ട് മാറാനുള്ള ഒരു അടിത്തറ അവിടെ പാകുകയും ചെയ്തു. നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഈ ഇത്തരത്തിലുള്ള യുദ്ധങ്ങളും അപ്രൈസിങ്സും ഒക്കെ മറ്റു പല സിറ്റികളിലും ഒക്കെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യപ്പെടുന്നുണ്ട്. 1917 ഡിസംബർ വരെ ഇത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം മോസ്കോ പെട്രോഗ്രാഡ് റീജിയണിൽ ബോൾഷെവിക്കുകളുടെ നേതൃത്വത്തിലുള്ള അതിശക്തമായ ഒരു സ്വാധീനം അവിടെ നടപ്പിലാക്കപ്പെടുകയാണ്. 1917 നവംബറോട് കൂടി ബോൾഷെവിക്കുകളുടെ നേതൃത്വത്തിൽ ഇൻഡസ്ട്രീസും ബാങ്കുകളും നാഷണലൈസ് ചെയ്യപ്പെട്ടു. അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള ഈ ഇൻഡസ്ട്രീസിന്റെയും ഓണർഷിപ്പും മാനേജ്മെന്റും ഈ ഗവൺമെന്റ് ഏറ്റെടുക്കുകയാണ് ചെയ്തത്, പുതിയ ഗവൺമെന്റ്. അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള പ്രോപ്പർട്ടീസും ലാൻഡും എല്ലാം ഒരു സോഷ്യൽ പ്രോപ്പർട്ടി ആയിട്ട് അവർ ഡിക്ലെയർ ചെയ്തു. പെസൻസിനോട് നൊബിലിറ്റിയുടെ അവരുടെ നോബിളായിട്ടുള്ള ആൾക്കാരുടെ ഈ പറയുന്ന പ്രോപ്പർട്ടീസ്, പ്രൈവറ്റ് പ്രോപ്പർട്ടീസ് എല്ലാം പിടിച്ചെടുത്ത് അവരുടേതാക്കാനുള്ള അനുവാദം കൊടുക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഫാമിലീസിന്റെ സിറ്റീസിൽ ഫാമിലീസിന്റെ റിക്വയർമെന്റ്സ് അനുസരിച്ചിട്ട് വലിയ ഹൗസുകൾ
അത് പാർട്ടീഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണക്കാരായിട്ടുള്ള വർക്കേഴ്സിന് അവർക്ക് അനുവാദം കൊടുക്കുന്നു. അതുപോലെ തന്നെ പഴയ അരിസ്റ്റോക്രസിയിലുള്ള നോബിൾസിന് യാതൊരു തരത്തിലുള്ള ടൈറ്റിൽസ് ഉപയോഗിക്കാനുള്ള അവകാശമില്ല. അതെല്ലാം അവർ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. പുതിയ തരത്തിലുള്ള യൂണിഫോംസും മറ്റു കാര്യങ്ങളും അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഒരു കോമ്പറ്റീഷൻ തന്നെ ഒരു പുതിയ ഈ പറയുന്ന യൂണിഫോം ചിട്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർ നടത്തുകയും ചെയ്യുന്നുണ്ട്. സോവിയറ്റ് ഹാറ്റൊക്കെ വെച്ചിട്ട് അതിനെ ബുഡനോവ്സ്ക എന്നാണ് അതിനെ വിളിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഒരു ഒരു മൊത്തത്തിലുള്ള ഒരു മാറ്റം റഷ്യയിലുടനീളം നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇനി അടുത്തതായിട്ട് ചെയ്യുന്നത് നവംബറിൽ തന്നെ ഈ ബോൾഷെവിക്കുകൾ അഥവാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന പേര് മാറിയിട്ട് അവരൊരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി അത് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഭരണഘടന രൂപീകരിക്കുന്നത്. പക്ഷേ ഈ ഒരു ഇലക്ഷനിൽ അതിദയനീയമായിട്ട് ബോൾഷെവിക് പാർട്ടി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ പരാജയപ്പെടുകയാണ് ചെയ്തത്. ഇത് വലിയ രീതിയിലുള്ള ഒരു ആഘാതമാണ് ബോൾഷെവിക്കുകൾക്ക് ഉണ്ടാക്കിയത്. 1918 ജനുവരിയിൽ ഈ ലെനിൻ ഏകപക്ഷീയമായിട്ട് അസംബ്ലിയെ ഡിസ്മിസ് ചെയ്തു. ഈ പറയുന്ന ഈ ഓൾ റഷ്യൻ കോൺഗ്രസ് ഓഫ് സോവിയറ്റ്സ് എന്ന് പറയുന്ന കുറച്ചും കൂടെ ജനാധിപത്യപരമായിട്ട് വർക്ക് ചെയ്യുന്നവരാണ്, അവർ സോഷ്യലിസ്റ്റ് അല്ല എന്ന് അദ്ദേഹം ചിന്തിക്കുകയും അതുകൊണ്ട് അൺസർട്ടൻ കണ്ടീഷൻസിൽ എലക്ട് ചെയ്തതായതുകൊണ്ട് ഇവരെ തള്ളിക്കളയെന്ന് പറഞ്ഞിട്ട് അവരെ ഡിസ്മിസ് ചെയ്യുകയും ചെയ്യുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. 1918 മാർച്ചിൽ ഒപ്പോസിഷൻസിന്റെ ഒരു അല്ലെങ്കിൽ സ്വന്തം അലയൻസ് പൊളിറ്റിക്കൽ അലയൻസിന്റെ ഒക്കെ ഒരു നിർദ്ദേശത്തെയൊക്കെ വകവെക്കാതെ ബോൾഷെവിക്കുകൾ ജർമ്മനിയുമായിട്ട് ഒരു പീസ് ട്രീറ്റിൽ ഒപ്പിടുകയും ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങുകയും ചെയ്തു. ഇതിനാണ് ബ്രസ്റ്റ് ലിറ്റോവ്സ്ക് എഗ്രിമെന്റ് എന്ന് പറയുക. ഇങ്ങനെ തുടർന്നുള്ള വർഷങ്ങളിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെയും മറ്റ് പൊളിറ്റിക്കൽ വോയിസുകളെല്ലാം അടിച്ചമർത്തി ബോൾഷെവിക്കുകൾ ഒറ്റ പാർട്ടിയായിട്ട് രൂപാന്തരം പ്രാപിക്കുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ ഓൾ റഷ്യൻ കോൺഗ്രസ് ഓഫ് സോവിയറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന അല്ലെങ്കിൽ അതിനെ മത്സരിക്കുന്ന ഒരേ ഒരു പാർട്ടി ബോൾഷെവിക്കുകളുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമാണ്. ഇങ്ങനെ ബോൾഷെവിക്കുകളുടെ റെപ്രസെന്റേറ്റീവ്സ് ഉള്ള ഒരു പാർലമെന്റ് ആയിട്ട് രാജ്യത്തിന്റെ ഈ ബോൾഷെവിക്കുകളുടെ ആ ഒരു പാർട്ടി മാറുകയാണ്. സോ വൺ പാർട്ടി സ്റ്റേറ്റ് എന്ന് പറയുന്ന രീതിയിലേക്ക് അത് മാറുകയും ഇതിന്റെ ഒരു തലവനായിട്ട് വ്ളാഡിമിർ ലെനിൻ വരികയും ചെയ്യുന്നുണ്ട്. ട്രേഡ് യൂണിയൻസിനെ പാർട്ടിയുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ സീക്രട്ട് പോലീസുകൾ സ്ഥാപിക്കപ്പെടുന്നു. ചെക എന്നാണ് അതിനെ ആദ്യം അറിയപ്പെട്ടത്. പിന്നീട് OGPU അതുപോലെ തന്നെ NKVD എന്നൊക്കെ അവർ അറിയപ്പെടുന്നുണ്ട്. അവർ ബോൾഷെവിക്കുകളെ ക്രിട്ടിസൈസ് ചെയ്യുന്നവരെ ക്രൂരമായിട്ട് പണിഷ് ചെയ്യുകയോ അല്ലെങ്കിൽ ഡിപ്പോർട്ട് ചെയ്യുകയോ ചെയ്തു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ നമുക്ക് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. 1917 ഒക്ടോബർ മുതൽ തന്നെ ഈ ബോൾഷെവിക്കുകൾ ആർട്ടിലും ആർക്കിടെക്ചറിലും കമ്മ്യൂണിസവും സോഷ്യലിസ്റ്റ് ആശയങ്ങളും ഒക്കെ കൊണ്ടുവരികയും അത് വലിയൊരു മാറ്റത്തിലേക്ക് ഈ റഷ്യയുടെ സമൂഹത്തെ മാറ്റാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ നോക്കുമ്പോഴത്തേക്ക് പാർട്ടി സെൻസർഷിപ്പിനെ കാര്യമായിട്ട് എൻകറേജ് ചെയ്യുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. പാർട്ടിയെ എതിർക്കുന്നവരെല്ലാം അവർ ശത്രുക്കളായിട്ട് മുദ്ര കുത്തുകയും ചെയ്യുന്നുണ്ട്. ഇനിയാണ് നമുക്കൊരു റഷ്യൻ സിവിൽ വാർ കാണാൻ വേണ്ടി സാധിക്കുക. ബോൾഷെവിക്കുകൾക്കെതിരെ പ്രധാനപ്പെട്ട ചില ശക്തികൾ ഉയർന്നു വരികയും ഈ മാറ്റങ്ങളെ അംഗീകരിക്കാതെ ഇവരുമായിട്ട് യുദ്ധങ്ങൾ നടത്തുകയും ചെയ്തു. ഈ ഒരു സമയമാണ് നമ്മൾ സിവിൽ വാർ എന്ന് പറയുന്നത്. ബോൾഷെവിക്കുകൾ ലാൻഡ് റീഡിസ്ട്രിബ്യൂഷന് ഓർഡർ ചെയ്യുകയും സാധാരണക്കാരായിട്ടുള്ള പ്രസൻസിന് ഈ പ്രദേശങ്ങളെല്ലാം അവർക്ക് വേണ്ടിയിട്ട് പിടിച്ചെടുത്ത് ഉപയോഗിക്കാൻ വേണ്ടി സ്വാതന്ത്ര്യം കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. സോൾജേഴ്സ് പലരും പ്രസൻസിന്റെ ഫാമിലീസിൽ നിന്ന് വരുന്നവരാണ്. അവരെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയും റീഡിസ്ട്രിബ്യൂഷനിൽ പങ്കാളികളാകാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നോൺ ബോൾഷെവിക് ആയിട്ടുള്ള സോഷ്യലിസ്റ്റുകൾ, ലിബറൽ സപ്പോർട്ടേഴ്സ്, അതുപോലെ തന്നെ കൺസർവേറ്റീവായിട്ടുള്ള പഴയ ഗ്രൂപ്പുകൾ, ഇവരൊക്കെ ഈ പറയുന്ന ബോൾഷെവിക് അപ്രൈസിങ്ങിനെ കണ്ടം ചെയ്യുന്നവരാണ്. അവരുടെ ലീഡേഴ്സ് പലരും സൗത്ത് റഷ്യയിലേക്കൊക്കെ പോവുകയും അവർ ബോൾഷെവികൾക്ക് എതിരായിട്ട് ഒരു വലിയ ഒരു ആർമിയെ ട്രൂപ്സിനെയൊക്കെ അവർ ഡെവലപ്പ് ചെയ്യുകയും ചെയ്തു. ഈ ബോൾഷെവിക്കുകളെ അവരുടെ ആർമിയാണ് റെഡ് ആർമി എന്ന് വിളിക്കുക. 1918-19 സമയത്ത് ഗ്രീൻസ് എന്നറിയപ്പെടുന്ന സോഷ്യലിസ്റ്റ് റവല്യൂഷണറീസിന്റെ നോൺ ബോൾഷെവിക് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിന്റെ ഒരു ആർമിയും, വൈറ്റ്സ് എന്നറിയപ്പെട്ടിരുന്ന സാറിസ്റ്റ് അതായത് ചക്രവർത്തിക്ക് ലോയലായിട്ട് നിൽക്കുന്ന റഷ്യൻ എംപയറിലെ ഗ്രൂപ്പിന്റെ ട്രൂപ്സും കൂടെ ചേർന്നിട്ട് ഈ റെഡ് ആർമിക്കെതിരായിട്ട് തുടർച്ചയായിട്ട് യുദ്ധങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ റെഡ് ആർമിക്കെതിരായിട്ടുള്ള ഈ ഒരു യുദ്ധത്തിൽ ഗ്രീൻസിനെയും വൈറ്റ്സിനെയും സപ്പോർട്ട് ചെയ്തത് ഫ്രഞ്ച്, അമേരിക്കൻ, ബ്രിട്ടീഷ്, ജപ്പാനീസ് ട്രൂപ്പുകളാണ്. കാരണം റഷ്യയിൽ ഉണ്ടാകുന്ന ഈ സോഷ്യലിസത്തിന്റെയും കമ്മ്യൂണിസത്തിന്റെയും വളർച്ച മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വളരുകയും
അവിടെ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തേക്കാമെന്ന് ഇവർ ഭയപ്പെട്ടുകൊണ്ടിരുന്നു. സോ ട്രൂപ്സ് അതുപോലെ തന്നെ ബോൾഷെവിക്കുകൾ പരസ്പരം ലൂട്ടും ബാൻഡിറ്ററിയും മറ്റു കാര്യങ്ങളും ഒക്കെ നടത്തുകയാണ്. അതിനിടയിൽ വലിയ വരൾച്ചകളും മറ്റു പ്രശ്നങ്ങളും ഒക്കെ വലിയ രീതിയിൽ കൊണ്ടുവരുന്നു. ഇവിടെ വൈറ്റ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഗ്രീൻസ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഈ പെസൻസ് ലാൻഡ് റീഡിസ്ട്രിബ്യൂഷൻ ചെയ്ത് അവരുടേതായിട്ട് ലാൻഡ് മാറ്റിയപ്പോൾ അതിനെതിരായിട്ട് ഹാഷായിട്ടുള്ള സ്റ്റെപ്സ് നടത്തുകയും അവർക്കെതിരായിട്ട് വലിയ ഈ പറയുന്ന ഹാഷായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയൊക്കെ ചെയ്തു. ഇത്തരത്തിലുള്ള വൈറ്റ്സിന്റെയും ഗ്രീൻസിന്റെയും പെസൻസിനെതിരായിട്ടുള്ള ഈ ഒരു നടപടികൾ വലിയ രീതിയിൽ നോൺ ബോൾഷെവിക്കുകൾക്കെതിരായിട്ട് ജനങ്ങളെ ചിന്തിപ്പിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ റഷ്യക്കാരായിട്ടുള്ള നോൺ ബോൾഷെവിക്കുകളുള്ള സാധാരണ ജനങ്ങൾ അവർ കൂടുതലായിട്ട് ബോൾഷെവിക്കുകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങി. കാരണം പെസൻസിനെ സംബന്ധിച്ച് ഗുണം എന്താണ്? ഈ ബോൾഷെവിക്കുകളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇതേ സമയത്ത് നോൺ റഷ്യൻ നാഷണലിസ്റ്റുകളായിട്ടുള്ള ആൾക്കാരും മുസ്ലിം ജദീദിസ്റ്റ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഈ പറയുന്ന ഗ്രീൻസിനെയും അതുപോലെ തന്നെ വൈറ്റ്സിനെയും സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. കാരണം അവരെ സംബന്ധിച്ച് ഈ ബോൾഷെവിക്കുകൾ അവരുടെ ആശയങ്ങൾ റഷ്യൻ ഐഡന്റിറ്റി എന്നൊക്കെ പറയുന്നത് അപ്രസക്തമാണ്. കാരണം റഷ്യൻ എംപയറിലായതുകൊണ്ട് അവർ ആണ് എന്ന് മാത്രമേ ഉള്ളൂ. അവർ നോൺ റഷ്യൻസ് ആണ്, അല്ലെങ്കിൽ മുസ്ലിം ജാതിസ്റ്റുകളാണ്. സോ ഇങ്ങനെയുള്ള ഒരു സപ്പോർട്ട് അവിടെ അവർക്ക് ലഭിക്കുന്നുണ്ട്. അവിടെ ബോൾഷെവിക്കുകൾക്ക് കൂടുതൽ പ്രാധാന്യമുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് ഇവർ തമ്മിലുള്ള മുസ്ലിം ജാതിസ്റ്റും നോൺ റഷ്യൻ നാഷണലിസ്റ്റുകളും ഗ്രീൻസും അതുപോലെ തന്നെ വൈറ്റ്സും തമ്മിലുള്ള ഒരു കോർപ്പറേഷൻ ഇല്ലാതായി പോയത്. എന്നാൽ മറ്റു പല സ്ഥലങ്ങളിലും, പ്രത്യേകിച്ച് സെൻട്രൽ ഏഷ്യയിലെ ക്യൂബ പോലെയുള്ള പ്രദേശങ്ങളിൽ ഈ ബോൾഷെവിക് കോളോണിസ്റ്റുകൾ ഈ പറയുന്ന ഈ നോൺ റഷ്യൻസ് ആയിട്ടുള്ള ആൾക്കാരെ കൂട്ടക്കൊല ചെയ്യുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ റഷ്യൻ സോഷ്യലിസ്റ്റത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്ന ഒരു അവകാശവാദത്തിലാണ് നോൺ റഷ്യൻസിനെ ഈ ബോൾഷെവിക്കുകൾ കൊന്നൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. ഇത് വലിയ രീതിയിൽ നോൺ റഷ്യൻസിന്റെ ഇടയിൽ ഈ ബോൾഷെവിക്കുകൾക്കെതിരായിട്ടുള്ള വികാരം ഡെവലപ്പ് ചെയ്തു. അപ്പോൾ ഈ സോഷ്യലിസ്റ്റ് ആശയം കയറുന്ന നേതാക്കന്മാർക്ക് പോലും യഥാർത്ഥത്തിൽ എന്താണ് ഇവർ ചെയ്യുന്നത് എന്നുള്ളതിന്റെ ഒരു ഐഡിയ ഇല്ല. അവർ ടോട്ടൽ കൺഫ്യൂസ്ഡ് ആയിരുന്നു. സോ നോൺ റഷ്യൻ നാഷണലിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ഒരു പദ്ധതി ഈ സോവിയറ്റ് യൂണിയനിൽ പിന്നീട് തയ്യാറാകുന്നുണ്ട്. ഒരു പൊളിറ്റിക്കൽ ഓട്ടോണമി ഈ പറയുന്ന നോൺ റഷ്യൻസ് ആയിട്ടുള്ള ഗ്രൂപ്പുകൾക്ക് അവിടെ ഈ സോവിയറ്റ് യൂണിയനിൽ ഉടനീളം കൊടുക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഡിസംബർ 1922 നമ്മൾ ഈ പറയുന്ന പഴയ റഷ്യൻ എംപയറിനെ റീസ്ട്രക്ചർ ചെയ്തുകൊണ്ട് സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന രീതിയിൽ ഒരു പുതിയ രാജ്യമായിട്ട് അല്ലെങ്കിൽ രാജ്യങ്ങളുടെ കൂട്ടായ്മയായിട്ട് ഇതിനെ മാറ്റുകയൊക്കെ ചെയ്തത്. ഇവിടെ നോൺ റഷ്യൻ ആയിട്ടുള്ള ഗ്രൂപ്പുകൾക്ക് ഒരു പ്രത്യേകം പ്രൊവിൻസുകളിൽ ഓട്ടോണമസ് ആയിട്ടുള്ള അവകാശങ്ങൾ കൊടുക്കുകയാണ് ചെയ്തത്. ഇനി നമ്മൾ നോക്കുന്നത് ഈ സിവിൽ വാറിന്റെ അവസാനം ബോൾഷെവിക്കുകൾക്ക് വിജയം വരികയും അവര് ഈ പറയുന്ന ഒരു USSR സ്ഥാപിക്കുകയും ചെയ്തു. സോവിയറ്റ് യൂണിയൻ എന്ന് പറഞ്ഞിട്ട് സോവിയറ്റുകളുടെ ഒരു യൂണിയൻ പോലെ അവർ സ്ഥാപിച്ചു. ഇതിനുശേഷം ഈ സോഷ്യലിസ്റ്റ് റഷ്യയിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കണം. ഇവിടെ ഈ സിവിൽ വാറിന്റെ സമയത്ത് തന്നെ ബോൾഷെവിക്കുകൾ ഈ ഇൻഡസ്ട്രീസിനെ അതുപോലെ തന്നെ ബാങ്കുകളെ നാഷണലൈസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ പെസൻസിനെ അവരുടേതായിട്ടുള്ള ലാൻഡ് കൊടുത്തുകൊണ്ട് സോഷ്യലൈസ് ചെയ്തുകൊണ്ട് അവിടെ കൃഷി ചെയ്യാൻ വേണ്ടി അനുവദിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇവിടെ കളക്ടിവിസം എന്ന് പറയുന്ന ആശയം അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ലാൻഡ് മുഴുവൻ കോൺസെൻട്രേറ്റ് ചെയ്തെടുത്തിട്ട് അത് ടോട്ടലായിട്ട് ഒരു കളക്റ്റീവായിട്ട് പെസൻസിനെ കൊണ്ട്, ഒരു ഗ്രൂപ്പിനെ കൊണ്ട് അവർ കൃഷി ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ സോഷ്യലിസ്റ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആശയത്തിന്റെ ഒരു സെൻട്രൽ ഇക്കോണമിക് ചിന്തയായിട്ടുള്ള ഈ സെൻട്രലൈസ്ഡ് പ്ലാനിങ് എന്ന് പറയുന്ന ആശയം ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. സോ 5 വർഷത്തെ ഒരു പ്ലാൻ വെച്ചിട്ട് 5 ഇയർ പ്ലാൻസ് ഇത്തരത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ഇതുപോലെ തന്നെ ഗവൺമെന്റ് മാർക്കറ്റ് ഇന്റർവെൻഷൻ നടത്തുന്നുണ്ട്. ഇൻഡസ്ട്രിയൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് എല്ലാ പ്രൈസസും ഈ പറയുന്ന ഗവൺമെന്റ് തന്നെ നിശ്ചയിക്കുന്നുണ്ട്. ആ പ്രൈസിന് മുകളിൽ അല്ലെങ്കിൽ അതിന് താഴെയോ വിൽക്കാൻ വേണ്ടി സാധിക്കത്തില്ല. 1927-32 കാലഘട്ടത്തിലും 1933-38 കാലഘട്ടത്തിലും ഈ പ്രധാനപ്പെട്ട 2 പ്ലാൻസിലും ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് ആണ് അവർ ഉദ്ദേശിച്ചിരുന്നത്. ഈ സെൻട്രലൈസ്ഡ് ഇത്തരത്തിലുള്ള പ്ലാനിങ് എക്കണോമിക് ഗ്രോത്തിലേക്ക് ഇവരെ നയിച്ചു. ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യപ്പെട്ടു. 1929-1933 ഈ ഓയിലിന്റെ ഒരു പ്രൊഡക്ഷൻ 100%, കോൾ ആൻഡ് സ്റ്റീൽ വീണ്ടും 100% ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത് കാണാൻ വേണ്ടി സാധിക്കും. പുതിയ ഇൻഡസ്ട്രിയൽ ഫാക്ടറി സിറ്റീസ് ഡെവലപ്പ് ചെയ്യുന്നു.
എന്നാൽ ഈ റാപ്പിഡ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് പലപ്പോഴും പുവർ വർക്കിംഗ് കണ്ടീഷനിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ഓവർ ടൈമായിട്ട് വർക്ക് ചെയ്യേണ്ടി വരുന്നു. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ കൂടെയൊക്കെ അവിടെ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ സിറ്റി ഓഫ് മാഗ്നിറ്റോഗ്രോസ്ക് എന്ന് പറയുന്ന പുതിയൊരു സിറ്റി കൺസ്ട്രക്ട് ചെയ്യുന്നത് വെറും 3 വർഷത്തിനുള്ളിലാണ്. നമ്മൾ നോക്കുമ്പോഴത്തേക്ക് വർക്കേഴ്സിന്റെ ലൈഫ് മിസറബിൾ ആയിരുന്നു. എഗെയിൻ വീണ്ടും അവർക്ക് കുറെ പ്രശ്നങ്ങൾ വരുന്നു. ഒരു വർഷം തന്നെ 550-ലധികം സ്റ്റോപ്പേജസ് വർക്കുകൾ ഉണ്ടാവുന്നുണ്ട്. ഈ ലിവിംഗ് ക്വാർട്ടേഴ്സ് ആയിട്ടുള്ള വർക്കേഴ്സിന്റെ ആ ഒരു ക്വാർട്ടേഴ്സിലൊക്കെ വളരെ മോശപ്പെട്ട ഒരു വർക്കിംഗ് കണ്ടീഷനായിരുന്നു. -40 ഡിഗ്രിയിൽ വിന്റർ സമയത്ത് 3-4 നിലകൾ താഴേക്ക് ഇറങ്ങി വന്നിട്ടാണ് അവർക്ക് ബാത്റൂമിലോ അല്ലെങ്കിൽ ടോയ്ലറ്റിലോ പോലും പോകേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നു. അതേ സമയത്ത് തന്നെ സ്കൂളിംഗ് സിസ്റ്റത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. ഈ ഫാക്ടറി വർക്കേഴ്സിനും പെസൻസിനും യൂണിവേഴ്സിറ്റീസിൽ അവർക്ക് എൻട്രി ചെയ്യാനും അവർക്ക് ഡിഗ്രികൾ നേടാനുമുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുന്നുണ്ട്. ക്രഷേഴ്സ് ഈ പറയുന്ന ഫാക്ടറിയിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും വുമൺ വർക്കേഴ്സിന് തങ്ങളുടെ കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം ഏർപ്പാടാക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പബ്ലിക് ഹെൽത്ത് കെയർ എന്ന് പറയുന്ന വളരെ ചീപ്പായിട്ട് ഗവൺമെന്റ് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. മോഡൽ ലിവിംഗ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്ന രീതിയിൽ വർക്കേഴ്സിൻ്റെ ഇടയിൽ മോഡൽ ലിവിംഗ് ക്വാർട്ടേഴ്സ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. അങ്ങനെ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. സോ ഇത്തരത്തിലുള്ള ഒരു മാറ്റങ്ങളാണ് നമുക്ക് റഷ്യയിൽ സോഷ്യലിസ്റ്റ് കാലഘട്ടത്തിലൊക്കെ ഉണ്ടാകുന്നത്. നമുക്കിനി സ്റ്റാലിനിസവും കളക്ടിവൈസേഷൻ എന്ന് പറയുന്ന ആശയവും എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഈ പ്ലാന്റ് എക്കോണമിയുടെ പല കാര്യങ്ങളും നമ്മൾ നോക്കി. റാപ്പിഡായിട്ടുള്ള ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് ഒക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അഗ്രികൾച്ചറിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഏർലി പ്ലാന്റ് എക്കോണമിയിൽ സംഭവിച്ചിട്ടുള്ളത്. 1927-28 കാലഘട്ടത്തിൽ ഈ ഗ്രെയിൻ സപ്ലൈസിൽ വലിയ രീതിയിലുള്ള ഷോർട്ടേജ് റഷ്യയിലെ പല ടൗൺസും നേരിട്ടു. അപ്പോൾ ഇതിന്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റ് പ്രൈസ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പ്രൈസിൽ സാധനങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് പെസൻസ് തയ്യാറായിട്ടില്ല. നമ്മൾ നോക്കുമ്പോൾ സ്റ്റാലിന്റെ ഒരു കടന്നുവരമാണ് ലെനിന്റെ മരണത്തിന് ശേഷം കാണുന്നത്. അദ്ദേഹം കുറച്ച് മെഷേഴ്സ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈ പറയുന്ന റിച്ച് പെസൻസും ട്രേഡേഴ്സുമാണ് കൺട്രി സൈഡിൽ സ്റ്റോക്സ് ഹോൾഡ് ചെയ്തിട്ട് കൂടുതൽ ഹയർ പ്രൈസിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഒഴിവാക്കണം. അതിനു വേണ്ടിയിട്ട് സപ്ലൈസ് കോൺസെൻട്രേറ്റ് ചെയ്ത് അത് പിടിച്ചെടുത്ത് വിതരണം ചെയ്യണം എന്ന് അദ്ദേഹം ഉത്തരവിട്ടു. അങ്ങനെ 1928 പാർട്ടി മെമ്പേഴ്സ് ഗ്രെയിൻ പ്രൊഡ്യൂസിംഗ് ആയിട്ടുള്ള ഏരിയയും മറ്റു കാര്യങ്ങളും ഒക്കെ അവർ റെയ്ഡ് ചെയ്യുകയും അത് കാണുകയൊക്കെ ചെയ്തു. അങ്ങനെ ഈ റിച്ച് ആയിട്ടുള്ള പെസൻസിനെ നല്ല രീതിയിൽ പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്ന കുലാക്സ് എന്ന് പറയുന്ന പെസൻസിന്റെ ആ ഒരു പ്രദേശങ്ങൾ മുഴുവൻ അവർ റെയ്ഡ് ചെയ്യുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. ഇങ്ങനെ വലിയ രീതിയിലുള്ള ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് ഈ പ്രദേശങ്ങളെല്ലാം പിടിച്ചെടുത്ത് കളക്ടിവൈസ് ആയിട്ടുള്ള ഫാമിംഗ് ആണ് ഇദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ സ്റ്റാലിനാണ് കളക്ടിവൈസേഷൻ എന്ന് പറയുന്ന ആശയത്തിന്റെ ഉപജ്ഞാനം. ഇപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഗവൺമെന്റ് കൺട്രോൾഡായിട്ടുള്ള ലാൻഡുകളുടെ കീഴിൽ ഗവൺമെന്റ് കൺട്രോൾഡായിട്ടുള്ള ഫാംസ് ആണ്. ഇതിന് കളക്റ്റീവ് ഫാംസ് എന്ന് പറയും. കോൾക്കോസ് എന്നാണ് ഇവ അറിയപ്പെടുന്നത്. ഇൻക്രീസ്ഡ് ആയിട്ടുള്ള ഒരു റവന്യൂ സ്റ്റേറ്റിന് വേണം. അതുപോലെ തന്നെ പെസൻസിന് മുകളിൽ കൺട്രോൾ വേണം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ കളക്ടിവൈസേഷൻ എന്ന് പറയുന്ന പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വലിയ ഒരു പ്രദേശത്തുള്ള ലാൻഡ് മുഴുവൻ ആദ്യം നോബിൾസിന്റെ കയ്യിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പെസൻസിന്റെ കയ്യിൽ നിന്ന് ഗവൺമെന്റ് അത് പിടിച്ചെടുക്കുകയും ഈ ഒരു കളക്റ്റീവായിട്ടുള്ള ഫാംസ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തു. എന്നിട്ട് ഇവിടുന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഒരു അഗ്രികൾച്ചറിന്റെ ഒരു പ്രോഡക്ട്സിന് ഗവൺമെന്റ് നിശ്ചയിക്കുന്ന ഒരു തുകയുണ്ട്, ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു എമൗണ്ട് ഉണ്ട്. അത് അവർ കൊടുക്കുന്നു. ഇങ്ങനെ കിട്ടുന്ന പ്രോഫിറ്റ് ഈ കോൾക്കോസിലുള്ള പെസൻസിന് എല്ലാവർക്കും കൂടെ വീതിച്ചു കൊടുക്കുന്ന ഈക്വലായിട്ട് പ്രോഫിറ്റ് ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ ഒരു കാര്യം വന്നു കഴിഞ്ഞതോടുകൂടി പെസൻസ് വലിയ രീതിയിൽ ആകപ്പാടെ ദേഷ്യം വന്നു. അവരുണ്ടാക്കുന്ന ലൈഫ് സ്റ്റോക്സ് ഒക്കെ കത്തിച്ചു കളയുകയോ അല്ലെങ്കിൽ നശിപ്പിച്ചു കളയുകയോ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇങ്ങനെ ഗവൺമെന്റിനോടുള്ള ആ ഒരു അല്ലെങ്കിൽ കളക്ടിവൈസേഷനോടുള്ള ആ ഒരു എതിർപ്പ് കാണാൻ 1929-30 കാലഘട്ടത്തിൽ തന്നെ ഈ കാറ്റിൽ വെൽത്ത് എന്ന് പറയുന്നത് 1/3 മാറി എന്ന് കാണാൻ വേണ്ടി കഴിയും. കളക്ടിവിസത്തെ റെസിസ്റ്റ് ചെയ്തിരുന്ന പെസൻസിനെ അത് ക്രൂരമായിട്ട് തന്നെ അവർ കൈകാര്യം ചെയ്യുകയും ചെയ്തു. അങ്ങനെ സോഷ്യലിസ്റ്റ് സ്റ്റാലിന്റെ കീഴിലുള്ള സോഷ്യലിസ്റ്റ് പഠനത്തിൽ ഇങ്ങനെയുള്ള ആൾക്കാരെ ഡിപ്പോർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ എക്സൈൽ ചെയ്യുകയോ ചെയ്തു. പ്രധാനമായിട്ട് സൈബീരിയ പോലെയുള്ള പ്രദേശങ്ങളിലേക്കാണ് അവരെ അയക്കുകയൊക്കെ ചെയ്തിരുന്നത്. അവിടെ വലിയ ജയിലുകളിലൊക്കെ അവരെ ആക്കുകയൊക്കെ ചെയ്തിരുന്നു.
എന്തായാലും നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇവര് എസെൻസ് തിരിച്ചു പറയുന്ന ഒരു കാര്യം, ഞങ്ങൾ റിച്ച് ഒന്നുമല്ല, ഞങ്ങൾ സോഷ്യലിസ്റ്റിനും എതിരല്ല, പക്ഷേ ഇങ്ങനെയുള്ള ഒരു വർക്കിംഗ് കണ്ടീഷനിൽ ഞങ്ങൾക്ക് ഒരു ഗുണമില്ലാതെ വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. സോ കളക്റ്റീവ് ഫാംസ് എന്ന് പറയുന്നതിൽ മറ്റ് അതിന് പങ്കെടുക്കാത്തതിന് മറ്റു പല റീസൺസ് ആണ് അവർ മുന്നോട്ട് വയ്ക്കുകയൊക്കെ ചെയ്യുന്നത്. എന്തായാലും സ്റ്റാലിൻ്റെ ഗവൺമെന്റ് അവരോട് ഒരു സിമ്പതിയും കാണിക്കാതെയാണ് പെരുമാറിയത്. കളക്ടിവൈസേഷന്റെ അതിൽ പങ്കെടുക്കാതിരുന്ന അല്ലെങ്കിൽ അതിന് താല്പര്യപ്പെടാതിരുന്ന ആൾക്കാരിൽ വലിയ രീതിയിലുള്ള ഒരു ഹാഷായിട്ടുള്ള നടപടികൾ നടത്തുന്നുണ്ട്. ഇനി നമ്മൾ നോക്കുമ്പോൾ 1933 വളരെ മോശപ്പെട്ട ഹാർവസ്റ്റ് ആണ് ഉണ്ടായത്. ഈ ഒരു ഹാർവസ്റ്റ് അതിഭീകരമായിട്ട് മറ്റ് ചില പ്രശ്നങ്ങളിലേക്ക് നയിച്ചു. ഏതാണ്ട് 40 ലക്ഷത്തോളം വരുന്ന ആൾക്കാർ സോവിയറ്റ് ഹിസ്റ്ററിയിൽ മരിച്ചു വീഴുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ പാർട്ടിയെ ഈ പറയുന്ന പല ആൾക്കാരും മുന്നോട്ട് വന്ന് ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ആകെപ്പാടെ ഒറ്റ പാർട്ടി ഭരണമാണ്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കാര്യമായിട്ട് അത് ക്രിട്ടിസൈസ് ചെയ്യുന്നു. ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഉണ്ടാകുന്നു, പ്ലാന്റ് എക്കോണമി കുഴപ്പമില്ല, പക്ഷേ കളക്ടിവൈസേഷനിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ സ്റ്റാലിൻ ഇത്തരത്തിൽ ക്രിട്ടിസൈസ് ചെയ്യുന്നവരെ അല്ലെങ്കിൽ ഇതിനെ കൺസ്ട്രക്റ്റീവായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്നവരെ പോലും അവരെ കോൺസ്പിറസി ചാർജ് ചെയ്ത് അവർ സോഷ്യലിസ്റ്റിനെതിരാണ് എന്ന് മുദ്ര കുത്തിക്കൊണ്ട് അവരെ കൊന്നുകളയുകയോ അല്ലെങ്കിൽ അവരെ തടവിലാക്കുകയോ ചെയ്യുന്നതായിട്ട് കാണാൻ വേണ്ടി കഴിയും. 1939 ഏതാണ്ട് 20 ലക്ഷത്തോളം ആൾക്കാർ ഇത്തരത്തിൽ ലേബർ ക്യാമ്പ്സിലും പ്രിസൺസിലുമായിട്ട് കഴിയുന്നതായിട്ടുണ്ട്. ഇവർക്കാർക്ക് തിരിച്ചൊരു കാര്യവും പറയാൻ വേണ്ടി പറ്റുന്നില്ല. പല സ്ഥലങ്ങളിലും ഇവരെ എക്സിക്യൂട്ട് ചെയ്യുകയോ അവരെ കൊന്നുകളയുകയോ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ടുണ്ട്. സോ ഇവരെ കൊണ്ട് ഫോൾസ് ആയിട്ടുള്ള കൺഫെഷൻസ് എഴുതി വാങ്ങിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള ടോർച്ചറും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇനി റഷ്യയുടെ ഒരു വിപ്ലവവും ഈ സോഷ്യലിസത്തിന്റെ ഒരു ഇമ്പാക്റ്റും എന്താണ് ഗ്ലോബലായിട്ടുള്ള ഇൻഫ്ലുവൻസിലേക്ക് ചെലുത്തിയത് എന്ന് നമുക്ക് നോക്കാം. ഈ യൂറോപ്പിലെ എല്ലാ സോഷ്യലിസ്റ്റ് ഗ്രൂപ്പുകളും അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് പാർട്ടികളും ബോൾഷെവിക്കുകളുടെ ഒരു വർക്കിനെ കൃത്യമായിട്ട് അത് അങ്ങനെ തന്നെ വേണം എന്നുള്ള ഒരു അഭിപ്രായം അവർക്ക് ആർക്കും ഇല്ലായിരുന്നു. അവര് വ്യത്യസ്തമായിട്ടുള്ള ചിന്തകളും വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകളും സ്വീകരിച്ചിരുന്ന പല സോഷ്യലിസ്റ്റ് ഗ്രൂപ്പ് പാർട്ടികളും അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ നോക്കുമ്പോൾ ഈ ജനങ്ങളുടെ ഒരു പൊതുവായിട്ടുള്ള ഒരു വികാരത്തെ, അതായത് പ്രത്യേകിച്ച് നമ്മുടെ പെസൻസിന്റെയും വർക്കേഴ്സിന്റെയും ഒക്കെ വികാരങ്ങളെ ലോകമെമ്പാടും എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ റഷ്യൻ വിപ്ലവത്തിന് കഴിഞ്ഞു എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇതിന് ഒരു തുടർച്ചയായിട്ട് പല രാജ്യങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ രൂപമുണ്ട്. ഉദാഹരണത്തിന് ഗ്രേറ്റ് ബ്രിട്ടനിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു ഉദാഹരണമാണ്. ഇത്തരത്തിൽ കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റ് ലോകത്തിലെ പല രാജ്യങ്ങളിലും ഉണ്ടാകുന്നു. ബോൾഷെവിക്കുകൾ കൊളോണിയൽ പ്രദേശങ്ങളിലുള്ള, അതായത് കോളനികളിൽ, അതായത് യൂറോപ്യൻസിന്റെ പല കോളനികളിലുള്ള ഇത്തരത്തിലുള്ള ഈ കമ്മ്യൂണിസ്റ്റ് എക്സ്പെരിമെന്റ്സിനെ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് ഇന്ത്യയിലും 1920 അങ്ങനെയുള്ള പല മൂവ്മെന്റ്സും ബോൾഷെവിക് കോൺസ്പിറസി എന്നൊക്കെ പറഞ്ഞിട്ട് പല കോൺസ്പിറസി കേസുകളും ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇനി നമ്മൾ നോക്കുമ്പോൾ റഷ്യയുടെ കിഴക്ക് ഭാഗത്തായിട്ട് റഷ്യയുടെ നോൺ റഷ്യൻസിന് വേണ്ടിയിട്ടും ഈ ഒരു കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് പ്രോഗ്രാംസ് വരുന്നുണ്ട്. കോൺഫറൻസ് ഓഫ് ദ പീപ്പിൾസ് ഓഫ് ദ ഈസ്റ്റ് എന്ന് പറയുന്ന ഒരു കോൺഫറൻസ് 1920 രൂപീകരിക്കപ്പെടുന്നു. ബോൾഷെവിക്കുകൾ ഫൗണ്ട് ചെയ്യുന്ന ഒരു കമ്മിറ്റിയാണ്. അത് പ്രോ ബോൾഷെവിക് ആയിട്ടുള്ള സോഷ്യലിസ്റ്റ് പാർട്ടികളുടെ ഒരു ഇന്റർനാഷണൽ യൂണിയൻ ആണ്. അത് സ്ഥാപിക്കപ്പെടുന്നു. അതുപോലെ തന്നെ ഈ നോൺ റഷ്യൻസ് ആയിട്ടുള്ള റഷ്യൻ USSRലെയും അതിന് വെളിയിലുമുള്ള ആൾക്കാർക്ക് വേണ്ടി കമ്മ്യൂണിസ്റ്റ് യൂണിവേഴ്സിറ്റി ഓഫ് വർക്കേഴ്സ് ഓഫ് ദ ഈസ്റ്റ് എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിറ്റി തന്നെ സ്ഥാപിക്കുന്നു. അവർക്ക് വേണ്ടിയുള്ള എഡ്യൂക്കേഷനും മറ്റു കാര്യങ്ങളുമാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ 1939 ആകുമ്പോഴത്തേക്ക് ലോകത്തിലെ വൺ ഓഫ് ദ മേജർ പൊളിറ്റിക്കൽ എൻറ്റിറ്റി ആയിട്ട് USSRഉം സോഷ്യലിസവും മാറുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഈ രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ ഈ USSR ഈ റഷ്യൻ റവല്യൂഷൻസിന്റെ ഐഡിയൽസ് കൃത്യമായിട്ട് കീപ്പ് ചെയ്യുന്നില്ല. അതിൽ നിന്ന് പിൻവാങ്ങുകയും ഒരു ഐഡിയൽസിൽ നിന്ന് പുറകോട്ട് പോയിക്കൊണ്ട് അവർ സോഷ്യലിസം ഒരു തകർച്ചയിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. സോ ഈ സോഷ്യലിസ്റ്റ് മൂവ്മെന്റിന്റെ ഇടയിലും ഈ സോവിയറ്റുകളുടെ ഇടയിലുള്ള ആ ഒരു പ്രവർത്തനത്തെ ക്രിട്ടിസൈസ് ചെയ്യപ്പെടുന്നുണ്ട്. ഒരു ബാക്ക്വേർഡ് ആയിട്ടുള്ള ഒരു രാജ്യത്തിന് ഒരു ഗ്രേറ്റ് പവറായിട്ട് മാറാൻ വേണ്ടി സോഷ്യലിസവും സോഷ്യലിസ്റ്റ് മൂവ്മെന്റും സഹായിക്കും. അതുപോലെ തന്നെ ഇൻഡസ്ട്രീസും അഗ്രികൾച്ചറും ഡെവലപ്പ് ചെയ്യും. സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് കൂടുതലായിട്ടുള്ള ജീവിതം മെച്ചപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെയെല്ലാം സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ഒരു ബേസിക് റൈറ്റ്സ്, പ്രത്യേകിച്ച് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഹനിക്കപ്പെടുന്നു. പ്രത്യേകിച്ച്
എസെൻഷ്യൽ ഫ്രീഡം എന്ന് പറയുമ്പോൾ അത് എക്സ്പ്രഷനുള്ള ഫ്രീഡം, മറ്റു കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റിപ്രസീവ് ആയിട്ടുള്ള പോളിസീസ് ബേസ് ചെയ്ത് അടിച്ചമർത്തപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇവിടെ USSRന്റെ ഒരു ഇന്റർനാഷണൽ റെപ്യൂട്ടേഷൻ 1950-കൾക്ക് ശേഷം ഗ്രാജുവലി കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഈ സോഷ്യലിസത്തിൽ ചില മാറ്റങ്ങൾ വേണം എന്നുള്ള ചിന്തകൾ പല രാജ്യങ്ങളിലും സോഷ്യലിസ്റ്റ് കമ്മ്യൂണിറ്റിസ്റ്റിനും ഇടയിൽ ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് നമുക്ക് പിന്നീട് കാണുന്നുണ്ട്. സോ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നമുക്ക് മറ്റ് ചാപ്റ്റേഴ്സ് മറ്റൊരു സെഷനിൽ കാണാം.